സംസ്ഥാനത്തെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. കരിമണൽ ഖനനത്തിനായി തീരപ്രദേശങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. പുതിയ ബജറ്റ് നിർദ്ദേശങ്ങൾ ഇതിന് തെളിവാണെന്നും ജയരാജൻ പറഞ്ഞു. തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും കടലും മണലും ഭൂമിയും കോർപ്പറേറ്റുകൾക്ക് കൈമാറാനാണ് നീക്കം. സ്വകാര്യ നിക്ഷേപം ക്ഷണിക്കുന്നതും സ്വകാര്യവൽക്കരണവും രണ്ടാണെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. UDFന്റേത് സ്വകാര്യവൽക്കരണ നയമാണ്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നും യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകുമെന്നും കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വീതം നൽകുമെന്നുമായിരുന്നു UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഇതിനായി ഒരു പൈസ പോലും ബജറ്റിൽ വകയിരുത്തിയിട്ടില്ലെന്നും ജയരാജൻ പറഞ്ഞു. സിറ്റി ഫാസ്റ്റുകളാക്കി ബസ്സുകളെ മാറ്റും, സൂപ്പർ ഫാസ്റ്റുകളാക്കി പെയിന്റ് അടിക്കും. ഓർഡിനറി ബസ്സുകൾ സൗജന്യ യാത്ര അനുവദിക്കുന്ന ബസ്സുകളുടെ എണ്ണം കുറയും. ഇതിനകം 700 ബസ്സുകൾ സിറ്റി ഫാസ്റ്റുകളാക്കിയും പെയിന്റ് മാറ്റി സൂപ്പർ ഫാസ്റ്റാക്കിയും KSRTC സൗജന്യ യാത്രക്കുള്ള വാഹനങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചു. പൊതുവെ ജനങ്ങൾ സ്വാഗതം ചെയ്ത ഒരു പദ്ധതിയുടെ കഴിഞ്ഞ ഏതാനും ദിവസക്കാലത്തെ അനുഭവം ഇതാണ്. മറ്റൊരു ഗ്യാരണ്ടിയാണ് അവർ പ്രഖ്യാപിച്ച 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അത് ഒരു ജനവഞ്ചനയാണെന്ന് തെളിഞ്ഞു. ആ പദ്ധതിക്ക് വേണ്ടി ബജറ്റിൽ വകയിരുത്തിയത് 10 കോടി രൂപ മാത്രം. പ്ലാൻ ഫണ്ട് ഇനത്തിൽ വകയിരുത്തിയത് 1 ലക്ഷം രൂപയും. യഥാർത്ഥത്തിൽ ഇതുപോലെയൊരു ജനവഞ്ചന വേറെയില്ല. 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായി ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് 10 കോടി രൂപ മാത്രമാണ്. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട 14,000 കോടിയിലധികം രൂപയുടെ റവന്യൂ കമ്മി ഗ്രാന്റ് കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. കേന്ദ്രത്തിനെതിരായി ഒന്നും പറയാത്തതിന് പിന്നിൽ വ്യക്തമായ കോൺഗ്രസ് BJP ഡീലുണ്ട്. ഗവർണർക്കെതിരെ കത്തെഴുതാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയ മുഖ്യമന്ത്രിയുടെ നടപടിയിലൂടെ സംസ്ഥാനത്ത് സമാന്തര ഭരണകേന്ദ്രങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.